ഹലോ ഗൈസ്, റെജീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നതാ ഞാൻ ഒരു വെറൈറ്റി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെന്താണെന്ന് നമുക്ക് കാണാം. ഞാൻ അതിനായിട്ട് ഒരു നാഴി റവയാണ് എടുത്തിരിക്കുന്നത്. കണ്ട റവ, പിന്നെ ശർക്കര. ഞാൻ ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് അതെടുത്ത്, ആവശ്യത്തിന് മധുരം ചേർക്കാം, അതെടുത്ത് ഞാൻ ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇഡ്ഡലി തട്ടിലാണ് വെച്ച് ആവിയിട്ടുള്ളത്. അതിനായിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, എണ്ണ എല്ലാം പുരട്ടി. അപ്പോൾ ഇനി നമുക്ക് ഈ റവ ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ റവ ഞാൻ ചെറിയ രീതിക്കൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഭയങ്കര ഭസ്മം കണക്കാക്കണ്ട. അപ്പോൾ ഇനി ഇത് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അത് ഇട്ടതിന് ശേഷം ഒരു ശകലം മൈദ മാവ് ഒരു ശകലം ചേർക്കുകയാണ്. ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ മാവ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് ഞാൻ 1 സ്പൂണ് മൈദ മാവാണ് ചേർത്തത്. ഇനി നമുക്കത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ചെറിയ ജീരകം, നമ്മൾ ഇതിനൊക്കെ അരയ്ക്കില്ലേ, പെരുംജീരകമല്ല, അല്ലാത്ത ചെറിയ ജീരകം ഞാൻ ഇത്ര ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഉപ്പൊഴിക്കുകയാണ് ആവശ്യത്തിന്. ഭയങ്കര മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പൊന്ന് ഒഴിച്ച്, ഇനി ഇതിന് ശേഷം ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര കുറേശ്ശെ നമുക്ക് വീഴ്ത്തി ഇതൊന്ന് കുഴച്ചെടുക്കാം. അതിൻ്റെ കൂടെ ഈ തേങ്ങയും കൂടി, 1 മുറി തേങ്ങ തിരികെ വെച്ചേക്കുന്ന അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായി കുഴച്ചെടുക്കാം. അപ്പം നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് കുഴച്ചെടുക്കാം. കണ്ട ഈ ശർക്കര വെള്ളം കുറച്ച് അത് ഒഴിച്ചാൽ മതി, അല്ലാതെ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. ശർക്കര ഉരുക്കിയതുകൊണ്ട്, ശർക്കര ചീവി ഇട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, ഇതുപോലെ ആക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരും. തേങ്ങയിൽ കൂടെ ചീവി ഇട്ട് ഇതിലിട്ട് ഇളക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരും. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. നല്ലതുപോലെ ശർക്കര തിളപ്പിച്ച് വറ്റിക്കണ്ട, തിളച്ച് ഒന്ന് കട്ടിക്കൊന്നും ആവണ്ട, അല്ലാതെ തന്നെ അത് ഇതായി വന്നിട്ടുണ്ട്. എന്നിട്ട് അത് അരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അതിൽ മണ്ണൊക്കെ കാണും. മധുരമുണ്ട്, തേങ്ങയിൽ എല്ലാത്തിൻ്റെ ഒരു രുചി വന്നിട്ടുണ്ട്. സോഡാപ്പൊടിയുടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊള്ളി വരാൻ വേണ്ടിയിട്ട് ഒരു ശകല സോഡാപ്പൊടി, തോനെയൊന്നും വേണ്ട, ഒരു ശകലം ഇട്ട് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ എത്ര ശർക്കര വെള്ളം കൂടെ ഉണ്ട്, അതും കൂടെ കുറേശ്ശെ ഒഴിച്ച് നമ്മളെ മാവെല്ലാം റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇഡ്ഡലിക്കൊക്കെ ആട്ടിയെടുക്കണ പരുവമാണ്. അപ്പം ഇനി തട്ട് എടുത്തിട്ടുണ്ട്, ഇഡ്ഡലി തട്ടെടുത്ത് അതിൽ എണ്ണയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിക്കാം, പൊങ്ങി വരും. ആദ്യത്തെ തട്ടാണ്. ഇതിൽ 4 തട്ട്, ആദ്യത്തേൽ 4 തട്ടാണ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇഡ്ഡലി പാത്രം അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം ഇത് വെച്ച് കൊടുക്കാം.
എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ആവിയിൽ വേവിക്കണതല്ലേ, എണ്ണയിലൊന്നും പൊരിക്കണതോ അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പം നല്ലതാണ്. അപ്പോൾ ഇതും നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 2 പ്രാവശ്യം വെക്കേണ്ടി വരും. മാവ് ഇനിയുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഏലൊക്കെ ഇട്ട് അവിടെ മോക്ക് ഇഷ്ടം വരില്ല. അതുകൊണ്ടാണ് ഞാൻ ജീരകം അത്ര വലിയ കുഴപ്പമില്ല. അപ്പം ഇതും അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഞാൻ 2 തട്ടിലത് ഇളക്കി ഇട്ടായിരുന്നതാണ്ട. നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ ഇളവിഞ്ഞ് വരും. അതുകൊണ്ട നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്താ ഭംഗി! അതിനൊക്കെ ടേസ്റ്റും ഉണ്ട്. വേണ്ട. അങ്ങനെ നമ്മുടെ ആവിയിൽ വേവിച്ചെടുത്ത പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വേണ്ട, മധുരം എല്ലാം കറക്റ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.